ഹലോ നമസ്കാരം. ALG ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തക്കാളി ചെടികളിൽ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി നമുക്ക് ബ്ലോസം എൻഡ് റോട്ടിനെ പറ്റി നോക്കാം. അതായത് തക്കാളിയുടെ ബ്ലോസം എൻഡിൽ ഇതുപോലെ കറുത്ത പാടുകൾ വന്ന് കായകൾ ചീഞ്ഞു പോകുക. ബ്ലോസം എൻഡ് എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞു വരുന്ന ആ എൻഡ്, ഞെട്ടിന്റെ ഭാഗത്തല്ല കേട്ടോ. ബ്ലോസം എൻഡ് റോട്ട് ഒരു ഫിസിയോളജിക്കൽ ഡിസീസ് ആണ്. ഫംഗസ്, വൈറസ്, ബാക്ടീരിയ അതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഡിസീസ് അല്ല, ഇതൊരു ഫിസിയോളജിക്കൽ ഡിസീസ് ആണ്. എന്താണ് ആ ഫിസിയോളജിക്കൽ റീസൺസ്? ആദ്യത്തേത് ഇൻകൺസിസ്റ്റന്റ് വാട്ടറിംഗ്, രണ്ടാമത്തത് pH ഇംബാലൻസ്, മൂന്നാമത്തത് കാൽഷ്യം ഡെഫിഷ്യൻസി. ആദ്യത്തെ റീസൺ നമ്മൾ പറഞ്ഞത് ഇൻകൺസിസ്റ്റന്റ് വാട്ടറിംഗ്. ഓരോ ചെടിക്കും അതിനാവശ്യമായ വെള്ളം കിട്ടണം. അത് കൂടിപ്പോവാനും പാടില്ല, കുറഞ്ഞും പോകാൻ പാടില്ല. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ബ്ലോസം എൻഡ് റോട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ല വാട്ടർ റിറ്റൈനിങ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആണ്. അതുകൊണ്ട് എനിക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യമേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും തക്കാളി ചെടികൾക്ക് അതിനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ റീസൺ pH ഇംബാലൻസ് ആണ്. തക്കാളി ചെടികൾ ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ pHൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ സോയിലിൻ്റെ pH കൂടിപ്പോവാനും പാടില്ല, കുറഞ്ഞും പോകാൻ പാടില്ല. മൂന്നാമത്തെ റീസൺ മണ്ണിലെ കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രതിവിധികളൊക്കെ നോക്കിയാലോ. ആദ്യത്തെ പ്രതിവിധി എന്ന് വെച്ചാൽ പ്രോപ്പർ വാട്ടറിങ് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചെടികളുടെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ല വാട്ടർ റിറ്റൈനിങ് ആയിട്ടുള്ള മിക്സ് ആണെന്ന്. അതുകൊണ്ട് ഗ്രോ ബാഗിലെ മണ്ണ് നോക്കി തലേദിവസം വെള്ളം ഒഴിച്ചതാണ്, പക്ഷെ എന്നാലും അതിൽ ഈർപ്പമുണ്ട്. ഇതുപോലെ നല്ല വാട്ടർ റീറ്റൈനിങ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് വേണം ഉപയോഗിക്കാൻ. ഈ പോട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. മണ്ണിലെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടി ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കണം. അത് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇല്ലായിരുന്നു എങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഡോളോമൈറ്റ് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഡോളോമൈറ്റ് ഇതുപോലെ പിന്നീടാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കുമ്മായം പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ മാത്രം ഇടാൻ പാടുള്ളൂ. കുമ്മായം ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഒഴിക്കരുത്, ചെടി കരിഞ്ഞു പോകും. pH ശരിയാക്കാൻ വേണ്ടി മാത്രമല്ല, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഡോളോമൈറ്റ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഡോളോമൈറ്റ് മണ്ണിലെ കാൽഷ്യം ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അത്യാവശ്യം വലിയ ചെടികളാണെങ്കിൽ ഡോളോമൈറ്റ് ഇതുപോലെ പൗഡർ ഫോമിലും ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബ്ലോസം എൻഡ് റോട്ട് ഒരിക്കലും ശരിയാകാത്തൊരു കണ്ടീഷനൊന്നുമല്ല. ചെയ്യേണ്ട പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവുന്ന കായകളൊക്കെ നോർമൽ തന്നെ ആയിരിക്കും. ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ചെടികൾക്ക് പെട്ടെന്ന് കാൽഷ്യം കിട്ടാൻ ഡോളോമൈറ്റ് ആണ് ബെസ്റ്റ്. ഇതുകൂടാതെ നിങ്ങൾക്ക് മുട്ടത്തൊണ്ട് പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്ലോസം എൻഡ് റോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുട്ടത്തൊണ്ട് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടത്തൊണ്ട് ഇതുപോലെ ശേഖരിച്ച് വെച്ച് പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. മുട്ടത്തൊണ്ട് പൊടിയായിട്ട് മാത്രമല്ല, ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ടും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എഗ്ഷെൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചതും കൂടി ഇട്ട് ഒരു 3-4 ദിവസം അടച്ച് സൂക്ഷിക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ എടുത്ത് നിങ്ങൾക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് ചെടികൾക്ക് കാൽഷ്യം കിട്ടുവാൻ വേണ്ടി ഡോളോമൈറ്റ് തന്നെയാണ് ബെസ്റ്റ്. ഇതുകൂടാതെ കാൽഷ്യം നൈട്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഡോളോമൈറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കാൽഷ്യം സൾഫേറ്റും നൈട്രേറ്റും ഒന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ബഞ്ചി ടോപ്പ് ഓഫ് ടൊമാറ്റോ എന്ന് പറയുന്ന ഡിസീസിനെ പറ്റി നോക്കാം. ഈ അസുഖം വരുമ്പോൾ ചെടികളുടെ മുകൾ ഭാഗത്തെ ഇലകളൊക്കെ ചുരുണ്ട് കട്ട കുത്തി ഇങ്ങനെ ഇരിക്കും. ഇതൊരു വൈറൽ ഡിസീസാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഈ ഒരു അസുഖം നിങ്ങളുടെ ചെടികളിൽ കണ്ടാൽ ഉടൻ തന്നെ ചെടികൾ പിഴുതുമാറ്റുക. പിഴുതുമാറ്റിയ ചെടികൾ കത്തിച്ച് കളയുന്നതാണ് നല്ലത്. കമ്പോസ്റ്റിലൊന്നും ഒരിക്കലും ഇടരുത് കേട്ടോ. വൈറൽ ഡിസീസൊക്കെ എപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത് ഏഫിഡ്സ്, മീലി ബഗ്സ് പോലെയുള്ള പെസ്റ്റുകളാണ്. അപ്പോൾ അവരെയൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ ഇങ്ങനത്തെ വൈറൽ ഡിസീസൊക്കെ നമുക്ക് മാക്സിമം വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പെസ്റ്റുകൾ വരാതിരിക്കാൻ വേണ്ടി ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായി നമുക്ക് റൂട്ട് റോട്ടിനെ പറ്റി നോക്കാം. തക്കാളി പറിക്കാൻ തക്കാളി ചെടിയുടെ അടുത്ത് പോയപ്പോഴാണ് ഇതുപോലെ ചെടി വാടി നിൽക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ എല്ലാ തക്കാളിയും ഞാൻ പറിച്ചു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ചെടിയുടെ താഴ്ഭാഗത്ത് നിന്ന് സ്റ്റെം ഇതുപോലെ ബ്രൗൺ ചെയ്ത് തുടങ്ങിയിരുന്നു. പറിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ വേരും ചീഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് റൂട്ട് റോട്ട് എന്ന് പറയുന്ന അസുഖമാണ്.
ഈ അസുഖം ഉണ്ടാകുന്നത് മണ്ണിലുള്ള ഫംഗസ് കാരണമാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെടികൾ അപ്പോൾ തന്നെ പറിച്ചു മാറ്റുക, കമ്പോസ്റ്റിലൊന്നും ഇടരുത്, കത്തിച്ച് കളയുകയാണ് നല്ലത്. ഇത് വരാതിരിക്കാനായി ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ്. സ്യൂഡോമോണസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി തക്കാളിയിൽ വരുന്ന അടുത്ത അസുഖം നോക്കാം, ലീഫ് സ്പോട്ട്. ഇത് സെപ്റ്റോറിയ ലീഫ് സ്പോട്ട് ഡിസീസ് ആണ്. ഇത് സെപ്റ്റോറിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസാണ്. പല പല ലീഫ് സ്പോട്ട് ഡിസീസ് ഉണ്ട് കേട്ടോ. അതിൽ സെപ്റ്റോറിയ ലീഫ് സ്പോട്ടിൽ ലീഫിന്റെ പുറകിൽ ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ലീവ്സും തന്നെ കട്ട് ചെയ്ത് കളയണം. ലീവ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീം ഓയിൽ സ്പ്രേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നീം ഓയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ 2 വശത്തും സ്പ്രേ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓരോ 7 ദിവസം കൂടുമ്പോഴും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലീഫ് കേൾ ഡിസീസിനെ പറ്റി നോക്കാം. തക്കാളി ചെടികളിൽ ലീഫ് കേൾ ഡിസീസ് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. ലീഫ് കേൾ ഡിസീസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് നോക്കിയാലോ. ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ഇൻകൺസിസ്റ്റന്റ് വാട്ടറിങ്. രണ്ടാമത്തെ റീസൺ ചൂട് കൂടുതലാകുമ്പോൾ ഇതുപോലെ സംഭവിക്കാം. പിന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാരണമാകാം. നാലാമത്തത് വൈറൽ ഇൻഫെക്ഷൻ. ഇനി ഇതിന്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ, ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം കൊടുക്കുക. ഓസം എൻട്രോട്ടിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം കൊടുക്കുക. കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞും പോകാൻ പാടില്ല. തക്കാളിയിൽ 2 ടൈപ്പ് ലീഫ് കേളാണ് ഉണ്ടാകാറ്. ഒന്ന് അപ്വേർഡ് ലീഫ് കേൾ, ഒന്ന് ഡൗൺവേർഡ് ലീഫ് കേൾ. ഇത് അപ്വേർഡ് ലീഫ് കേൾ ആണ്. കണ്ടില്ലേ ലീവ്സ് മുകളിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നത് ഹീറ്റ് ഷോക്ക് കാരണമായിരിക്കും. അതായത് ചൂട് കൂടി കഴിയുമ്പോഴാണ് മുകളിലേക്ക് ലീവ്സ് ഇതുപോലെ ചുരുണ്ടിരിക്കുന്നത്. ചൂട് കൂടുതലാകുന്ന സമയത്ത് ഇതുപോലെ കരിയില കൊണ്ട് പൊതിയിട്ട് കൊടുക്കുക. ഇതുപോലെ പൊതിയിട്ട് കൊടുക്കുമ്പോൾ അധികം വാട്ടർ ലോസ് ഉണ്ടാകില്ല. മണ്ണിലെ ഈർപ്പം അങ്ങനെ തന്നെ നിലനിൽക്കും. കരിയില കൂടാതെ നിങ്ങൾക്ക് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എൻ്റെ ചെടികൾക്ക് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ പൂച്ചക്കുട്ടന്മാർക്ക് ഇതാണ് പരിപാടി. അമ്മയുടെ കഴിഞ്ഞപ്പോൾ അതേ മോനും കയറിയിട്ടുണ്ട്. പിന്നെ നൈട്രജൻ കൂടിപ്പോയാലും ഇലകൾക്ക് ഇതുപോലെ ലീഫ് കേൾ വരാട്ടോ. അതുകൊണ്ട് തക്കാളിയുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജ് അനുസരിച്ച് അതിന് വേണ്ട വളങ്ങൾ ചെയ്തു കൊടുക്കുക. തക്കാളിയുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജിലും എന്തൊക്കെ വളങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നും കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ലീഫ് കേൾ വന്ന ഇലകൾ ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വൈറ്റ് ഫ്ലൈസിനെ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ലീഫ് കേൾ വരാനുള്ള 4ാമത്തെ റീസൺ ആണ് വൈറൽ ഇൻഫെക്ഷൻ. ഈ വൈറൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഇതുപോലത്തെയുള്ള വൈറ്റ് ഫ്ലൈസ് ആണ് കേട്ടോ. മീലിബഗ്, ഏഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ് ഇതിനൊക്കെ അകറ്റി നിർത്താൻ ആഴ്ചയിലൊരിക്കൽ നീം ഓയിൽ ഇമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ലീഫ് കേൾ വന്നതുകൊണ്ട് ചെടിയുടെ വികറിനെ അത് ബാധിക്കുന്നില്ല. ധാരാളം പൂക്കളും കായകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇലകൾ ഇതുപോലെ ചുരുണ്ടിരിക്കുമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ലീഫ് റസ്റ്റിനെ പറ്റി നോക്കാം. ലീഫ് റസ്റ്റ് ഒരു ഫംഗൽ ഡിസീസ് ആണ്. ഓറഞ്ച് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സ് ആയിരിക്കും ചെടികളിൽ ആദ്യം ഉണ്ടാവുക. ഒരു ഫംഗൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോൾ നമ്മുടെ ചെടികളിൽ ഇതുപോലെ സ്പോട്ട്സ് കാണുന്നു, ഒരു സിസേഴ്സോ പ്രൂണറോ ഉപയോഗിച്ച് അപ്പം തന്നെ ആ ലീവ്സ് കട്ട് ചെയ്ത് കളയുക. ആ 2 ഇലകളും മാത്രമല്ല, അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷൂട്ടും കൂടി ബ്രൗൺ കളർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ വെട്ടിക്കളയുവാണ്. ആ പൂ ഉണ്ടായിരിക്കുന്നതിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഞാൻ കട്ട് ചെയ്യുവാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായി നീം ഓയിൽ ഇമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലീഫ് റസ്റ്റ് വന്നു കഴിഞ്ഞാലുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേതെന്ന് വെച്ചാൽ നല്ല വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. ചെടികളുടെ ഇലകൾ കട്ടകുത്തി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. ചെടികളുടെ താഴ്ഭാഗത്തുള്ള എല്ലാ ഇലകളും പ്രൂൺ ചെയ്ത് കളയണം. താഴെ നിന്ന് 1 അടി നീളം വരെ എല്ലാ ഇലകളും തന്നെ പ്രൂൺ ചെയ്ത് കളയണം. അത് വേറെ ഒന്നിനുമല്ല, താഴ്ഭാഗത്തുള്ള ഇലകൾ മണ്ണിൽ മുട്ടി മണ്ണിലുള്ള ഫംഗസിന്റെ സ്പോർട്സ് ഒക്കെ ഇലകളിൽ വന്ന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും താഴ്ഭാഗത്തുള്ള എല്ലാ ഇലകളും തന്നെ പ്രൂൺ ചെയ്ത് കളയണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും ചെടികളുടെ ഇലകളിൽ വീഴാൻ പാടില്ല. ചിലരൊക്കെ ചെടികൾ നനയ്ക്കുമ്പോൾ തലവഴി ഒഴിച്ചു കൊടുക്കാറുണ്ട് വെള്ളം. അതുപോലെ ചെയ്യരുത് കേട്ടോ. തക്കാളി ചെടികൾക്കും മുളക് ചെടികൾക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വെള്ളം ചെടികളുടെ ഇലകളിൽ തങ്ങി നിന്നാൽ എയറിലുള്ള ഫംഗൽ സ്പോർട്സ് ഒക്കെ അതിൽ വന്ന് വീണ് ഫംഗൽ ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ചെടികളുടെ ഇലകളിൽ വെള്ളം വീഴാൻ പാടില്ല. ഇതുപോലെ ചെടിയുടെ കടയ്ക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇലകളിലൊന്നും വീഴാതെ സൂക്ഷിക്കുക. ഡിസീസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ
അത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കളഞ്ഞ് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വേപ്പെണ്ണ മിശ്രിതം കൂടാതെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയുടെ സ്പ്രേയും യൂസ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2-3 ഡ്രോപ്പ് ലിക്വിഡ് സോപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ 2 വശത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ആ ഇല മാത്രം എന്താ വെട്ടിക്കളയാത്തതെന്ന് ചോദിക്കുവാണ് കേട്ടോ എൻ്റെ ഹെൽപ്പർ. ഇത്ര നേരം നമ്മൾ ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഡിസീസസിനെ പറ്റിയാണ് നോക്കിയത്. ഇനി നമുക്ക് ഈ തക്കാളി ചെടികളിൽ എന്തൊക്കെ കീടങ്ങളാണ് ആക്രമിക്കുന്നത് എന്ന് നോക്കാം. അല്ലെങ്കിൽ വേണ്ട അല്ലേ, അത് പുതിയൊരു വീഡിയോ ആയിട്ടിടാം. ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോയി, അതുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ കാണിച്ച ഒട്ടുമിക്ക അസുഖങ്ങളും എൻ്റെ തക്കാളി ചെടികൾക്ക് പണ്ട് വന്നിരുന്നതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ അധികം അസുഖങ്ങളൊന്നും വരാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് നോക്കി മാത്രമേ വാങ്ങാറുള്ളൂ. പണ്ടെന്ന് വെച്ചാൽ ഞാൻ റോഡ് സൈഡിൽ കാണുന്ന സീഡ്സ് വരെ വാങ്ങിച്ച് നടുവായിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്യൂസ് വരുന്നിരുന്നത്. നിങ്ങൾ മിനി മുതൽ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നുള്ള വിത്തുകൾ മാത്രം വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ച ഒട്ടുമിക്ക അസുഖങ്ങളും വരാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.